ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാർഡ്ബോർഡ് വെച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് എത്ര ചെറിയ അടുക്കളയും ഭംഗിയാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒട്ടും സമയമില്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള കുപ്പിയൊക്കെ കാണും അല്ലേ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള 3 കുപ്പി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ 3 കുപ്പി ഇല്ലാന്നുണ്ടെങ്കിൽ 2 കുപ്പി ആയാലും എടുത്താൽ മതി. 2 കുപ്പി വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. ഈ ഒരു കുപ്പികളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ആ ഒരു പുറത്തെ സ്റ്റിക്കറൊക്കെ മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹൈറ്റിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള 2 കുപ്പികൾ കൂടി കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഒരേ ഹൈറ്റിൽ തന്നെ 3 കുപ്പികളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള കാർഡ്ബോർഡിൻ്റെ പീസാണ്. ഇനി ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 3 കുപ്പികളുണ്ടല്ലോ, ആ 3 കുപ്പികൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 3 കുപ്പികളും അടുത്തടുത്തായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുപ്പികൾ ഒന്നുകൂടി ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട്, അതായത് അടുത്തടുത്ത് ഇരിക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ള ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലുള്ള ബ്രൗൺ കളർ ടാപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ടാപ്പായാലും മതി. നമുക്കിതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ ടാപ്പൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ, അതായത് കുപ്പിയുടെ സൈഡ് ഭാഗത്തൊക്കെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാൻ ആ ഒരു കോണായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള കാർഡ്ബോർഡ് പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചുരുട്ടി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ഷേപ്പിലോട്ട് നമുക്ക് മടക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ കുറഞ്ഞിട്ട് നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇനി ഈ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു കുപ്പീനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഷീറ്റ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ബേബി ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷീറ്റ് നമുക്ക് ആ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ അതിന് ചുറ്റുമായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾപേപ്പർ ഉണ്ടല്ലോ, ആ ഒരു വാൾപേപ്പറൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഭംഗിയാക്കാനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലേസ് കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഫ്ലവർ കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് തൂക്കിയിടാനായിട്ട് ഇതിൻ്റെ 2 സൈഡിലായിട്ട് 2 കയറ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് ഈ ഒരു ചരട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു ബാസ്ക്കറ്റിലോട്ട് വെയിറ്റുള്ള സാധനങ്ങളൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഈ ഒരു അകത്ത് വെച്ച പ്ലാസ്റ്റിക് തുളച്ചിട്ട് വേണം ഈ ഒരു കയറ് കെട്ടിക്കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ കയറൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ സ്റ്റഡി റൂമിലോ അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ അടുക്കളയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൂക്കിയിടുകയാണെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്പൂണ് പിന്നെ കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഇതിലോട്ട് വെക്കാവുന്നതാണ്. പിന്നെ കാണാനും ഭംഗിയുണ്ടാവും. മാത്രമല്ല ആ സ്പൂണ് കയ്യിലൊക്കെ എപ്പോഴും ഒതുങ്ങിയിരുന്നോളും. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കള എപ്പോഴും നീറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ ക്രാഫ്റ്റ് ഒന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഈ ഒരു ബോക്സിന്റെ ക്ലോസ് ചെയ്യുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ബോക്സിന്റെ താഴ്ഭാഗത്ത് ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ചെറിയൊരു കാർഡ്ബോർഡിന്റെ പീസ് വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഒരു ബോക്സിന്റെ മുകളിലായിട്ട് വാൾപേപ്പർ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് വാൾപേപ്പർ ഈ ഒരു ബോക്സിന്റെ ഉൾഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. മാക്സിമം എയർ വരാത്ത രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി ഈ ഒരു ബോക്സിന്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഈ ഒരു ബോക്സിന്റെ പുറം ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള 4 കാർഡ്ബോർഡിന്റെ പീസാണ്. ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു വാൾപേപ്പറിന്റെ പീസ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതെല്ലാം വാൾപേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിലോട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിന്റെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒട്ടിക്കുന്ന ടൈമിൽ നമ്മൾ ആദ്യം ഒട്ടിച്ച കാർഡ്ബോർഡിൽ നിന്ന് 1 സെന്റിമീറ്ററോളം വിട്ടിട്ട് വേണം രണ്ടാമത്തെ കാർഡ്ബോർഡ് ഒട്ടിക്കാനായിട്ട്. അതായത് ഈ ഒരു 2 കാർഡ്ബോർഡിന്റെ പീസ് തമ്മിൽ 1 സെന്റിമീറ്ററോളം ഗ്യാപ്പ് വേണം കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് 2 സൈഡും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു കാർഡ്ബോർഡിന്റെ പീസാണ്. ഈ ഒരു പീസ് നമുക്ക് വാൾപേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇത് വാൾപേപ്പർ ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ നേരത്തെ ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ 1 സെന്റിമീറ്റർ, ആ ഒരു ക്യാപ്പിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു കാർഡ്ബോർഡ് എടുക്കുന്ന ടൈമിൽ അത്യാവശ്യം കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് അതിന്റെ സെന്ററിലായിട്ട് ഇറക്കി വെച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതുപോലെ 2 ചെറിയ കാർഡ്ബോർഡിന്റെ പീസ് കട്ട് ചെയ്ത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ അതിന്റെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഇത് നമ്മുടെ ചെറിയൊരു ഷെൽഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ കുപ്പികളൊക്കെ ഉണ്ടാവല്ലോ, ആ ഒരു കുപ്പികളൊക്കെ നമുക്ക് ഇതിലോട്ട് സൂക്ഷിച്ചു വെക്കാം. ഈ ഒരു രീതിയിൽ കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാൾപേപ്പർ വുഡന്റെ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു വുഡൻ ഷെൽഫായിട്ട് തന്നെ തോന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ഒക്കെ താങ്ങുമെന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതുപോലുള്ള ഭരണിയൊക്കെ വെച്ച് കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ അത്യാവശ്യം കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.